നമുക്ക് ഫസ്റ്റ് മാജിക് സർക്കിൾ ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ചെയ്തില്ലേ, ആ സ്ലിപ്പ് നോട്ട് ചെയ്തതുപോലെ തന്നെ കുറച്ച് ടൈലൻഡ് അധികം എടുക്കുക. സ്ലിപ്പ് നോട്ട് ചെയ്തതിനേക്കാളും കുറച്ച് അധികത്തിൽ ടൈലൻഡ് എടുക്കുക. ഞാനിപ്പം ഈ ഒരു നമ്മൾ ഹുക്ക് സെറ്റിൻ്റെ ഒരു ഇതിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് കേട്ടോ ഇത്ര അധികം എടുക്കാൻ പറയുന്നത്. നിങ്ങൾ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത്ര അധികം ഒന്നും എടുക്കണ്ട. ഇത് സ്റ്റാർട്ടിങ് ആകുമ്പോൾ വലിക്കാനൊക്കെ നിങ്ങൾക്കൊരു ഒരു സുഖം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികം എടുക്കാൻ പറയുന്നത്. കുറച്ച് നൂല് വേസ്റ്റ് ആവും, എന്നാലും വേണ്ടില്ല, നമ്മൾ പഠിക്കുകയല്ലേ. അപ്പോൾ കുറച്ച് അധികം യാൺ എടുക്കുക. അതിന് ശേഷം നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്തതുപോലെ തന്നെ സ്ലിപ്പ് നോട്ട് ഇങ്ങനെ നമ്മൾ ഫിംഗറിൽ ഇങ്ങനെ പിടിച്ചിട്ട് റണ്ണിങ് യാൺ ഇങ്ങനെ മുകളിലേക്ക് വെച്ചിട്ട് ഒരു ക്രോസ് ആക്കി വെച്ചിട്ടാണോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇതിങ്ങനെ എടുത്തിട്ട് അപ്പോൾ ഇവിടെ ഒരു കെട്ട് പോലെ വന്ന് അതിനുശേഷം ഈ ഭാഗത്ത് നമ്മളൊന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഈ റണ്ണിങ് യാണിനെ ഈ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നതാണ്. നമ്മൾ വലിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് സ്ലിപ്പ് നോട്ട് കിട്ടും. അപ്പോൾ നമ്മളിത് വലിച്ച് ടൈറ്റ് ആക്കാതെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വലിച്ച് ടൈറ്റ് ആക്കുന്നില്ല കേട്ടോ, ഇങ്ങനെ വെക്കുന്നുള്ളൂ കേട്ടോ. ഇതൊരു സർക്കിള്, ഈ സർക്കിള് ടൈറ്റ് ആക്കുമ്പോൾ നമുക്ക് എന്താവും, സ്ലിപ്പ് നോട്ട് കിട്ടും. പക്ഷെ ഞാനിത് ടൈറ്റ് ആക്കുന്നില്ല. ഇതാണ് നമ്മൾ മാജിക് സർക്കിൾ എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ഒരു ഭാഗം വരുന്നുണ്ടല്ലോ, നമ്മളിപ്പം ഉള്ളിൽ നിന്ന് വലിച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിന് ശേഷം നമ്മളൊരു ചെയിൻ 1 ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യുന്നത് ഇത് ഒരു ഊരി പൂവാക്കാനാണ്, ഒരു സെക്യൂറിന് വേണ്ടിയിട്ട് ചെയ്യാണ്. അപ്പോൾ ചെയിൻ 1 ചെയ്തു. ഇനി നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളത് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തത് ചെയിൻ സ്റ്റിച്ചിലാണ് നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു സർക്കിളിനെയാണ് നമ്മൾ മാജിക് സർക്കിൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ മാജിക് സർക്കിളിൽ നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചെയിൻ 1 ചെയ്തു. സിംഗിൾ ക്രോഷേ ആയതുകൊണ്ടാണ് നമ്മൾ ചെയിൻ 1 ചെയ്തത്. നമ്മളിനി ഡബിൾ ക്രോഷേ ഹാഫ് ഡി സി ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഹാഫ് ഡി സിക്ക് 2 ചെയിൻ ചെയ്യും, ഡി സിക്ക് നമ്മൾ 3 ചെയിൻ ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയിൻ 1 ചെയ്തു. ചെയിൻ 1 ചെയ്തിട്ട് ഈ ഒരു സർക്കിൾ ഈ ഒരു സർക്കിളിൽ ഞാൻ ഈ 3 ഫിംഗർ പിടിച്ചിട്ടുള്ളത് ഈ ടൈലൻഡും ഈ ഒരു നമ്മൾ സർക്കിളും വരുന്ന ഒരു ഭാഗമുണ്ട്, ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷനിലാണ് ഞാൻ എൻ്റെ 3 ഫിംഗർ കൊണ്ട് ഇത് പിടിച്ചിട്ടുള്ളത്. പിന്നെ റണ്ണിങ് യാൺ പിടിച്ചിട്ടുള്ളത് ഈ 2 ഫിംഗറിനോട് കൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഒന്നുകൂടി കാണിച്ചു തരാം. ഫസ്റ്റ് തൊട്ട് തന്നെ കാണിച്ചു തരാം. നമ്മൾ കുറച്ച് ടൈലൻഡ് അധികം ഇടുക. അതിന് ശേഷം നമ്മൾ എന്താ പറയുക, സ്ലിപ്പ് നോട്ട് ചെയ്തതുപോലെ തന്നെ ഈ ഒരു യാൺ ഇങ്ങനെ മുകളിലേക്ക് വലിക്കുന്നുണ്ടല്ലോ, ഈ വലിക്കുന്ന ഒരു യാൺ ഉണ്ടല്ലോ, ആ യാണിലേക്ക് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ ഈ ഒരു ഭാഗത്താണ് എൻ്റെ 3 ഫിംഗറിനെ കൊണ്ട് പിടിക്കുന്നത്. ഈ 2 ഫിംഗറിനെ കൊണ്ട് റണ്ണിങ് യാണും പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഫിംഗർ ഒന്ന് വലിക്കുമ്പോൾ ഈ സ്റ്റിച്ച് കണ്ടോ, നമ്മൾ ഈ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഈ ഒരു ഭാഗം വലുതാവും ചെറുതാവും ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിംഗറാണ്, ഈ 2 ഫിംഗറാണ് നമ്മൾ ഇത് വലുതാക്കുക ചെറുതാക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ നല്ല കറക്റ്റ് ചെറുതാക്കിയതിന് ശേഷം ഈ ഒരു സർക്കിൾ ഉണ്ടല്ലോ, ഈ ഒരു സർക്കിൾ ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ മാജിക് സർക്കിൾ എന്ന് പറയുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക. ഈ ഒരു മാജിക് സർക്കിളിൽ ഞാൻ ഫിംഗർ പിടിക്കുന്നത് വീണ്ടും കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്ത് 3 ഫിംഗർ വെച്ചിട്ട് പിടിക്കുക, റണ്ണിങ് യാണ് ഈ 2 കൊണ്ടും ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ഇത് ചെറുതാക്കിയതിന് ശേഷം ഒരു ചെയിൻ 1 ചെയ്ത് കൊടുക്കുക. സിംഗിൾ ക്രോഷേ ആയതുകൊണ്ട് ചെയിൻ 1 ചെയ്യുന്നത്, ഹാഫ് ഡബിൾ ക്രോഷേ ആണെങ്കിൽ 2 ചെയിൻ ചെയ്യും, ഡബിൾ ക്രോഷേ ആണെങ്കിൽ 3 എണ്ണം ചെയ്യും, ട്രിപ്പിൾ ആണെങ്കിൽ 4 എണ്ണം ചെയ്യും. അതിനനുസരിച്ച് നമ്മൾ ചെയിൻ സ്റ്റിച്ച് മാറ്റി കൊടുക്കും. അപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷേ ആണ്. അപ്പോൾ ഇനി ഇത് ചെയ്യുന്നത് ഈ ഒരു സർക്കിളിലാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നതും കൈ പിടിക്കുന്നതും ഒന്ന് നല്ലോണം നോക്കണേ. ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് ഈ യാണ് നല്ലോണം ടൈറ്റാക്കി പിടിച്ചിട്ട് ഈ ഒരു സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. കണ്ടോ, ഈ യാണ് നല്ലോണം ടൈറ്റാക്കി പിടിക്കുക ഈ 2 ഫിംഗർ. എന്നിട്ട് ഈ സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക.
ഹുക്ക് മുകളിലും യാണു താഴെയാണുള്ളത്. ഒന്ന് യാൺ ഓവർ ചെയ്തിട്ട് ഹുക്കിനെ ഇങ്ങനെ മുകളിലേക്ക് സർക്കിളിൻ്റെ മുകളിലേക്ക് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ 2 ലൂപ്പ് കിട്ടും. കണ്ടോ, 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. വീണ്ടും നമ്മൾ അടുത്ത ചെയിനിൽ ചെയിനല്ല കേട്ടോ, ഈ സർക്കിളിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഈ സർക്കിൾ കാണുന്നുണ്ടോ? ഈ സർക്കിളിൽ ഞാൻ പിടിക്കുന്നത് ഈ 3 ഫിംഗറിനെ കൊണ്ട് സർക്കിൾ പിടിക്കുന്നുണ്ട്. അതിന് ശേഷം കണ്ടോ, ഈ പിടിക്കുന്ന ഈ വിരലുണ്ട്, ഈ വിരലിനെ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഹുക്കിനെ അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് ഈ ഹുക്കിനെ ഒന്ന് യാൺ ഓവർ ചെയ്തിട്ട് ഈ സർക്കിളിൻ്റെ മുകളിലേക്ക് വലിച്ചു കൊടുക്കുക. 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ഈ സർക്കിളിൽ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്യുന്നതേ പ്രശ്നമുള്ളൂ, ബാക്കി സർക്കിളിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇനി വീണ്ടും നമ്മൾ അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ 3 സിംഗിൾ ക്രോഷ്യ ചെയ്തു. വീണ്ടും അടുത്ത ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് എത്ര സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വേണമെങ്കിലും ഈ ഒരു സ്പേസിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പം 4 എണ്ണം ചെയ്തു. ഇനി ഒരു 2 എണ്ണം കൂടി ചെയ്യാം. സർക്കിളിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നിട്ട് നമ്മൾ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ചെയ്തു 6 സ്റ്റിച്ച് ചെയ്തു. 6 സ്റ്റിച്ച് ചെയ്തു, 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇത് നമ്മളെ റണ്ണിങ് ആണ്. ഇത് നമ്മുടെ ടെയിൽ എൻഡ്. അപ്പോൾ ടെയിൽ എൻഡ് കുറച്ച് അധികം എടുത്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഹുക്ക് ഈ ആണിൽ ഈ ഒരു സ്ഥലത്ത് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ഉണ്ടാവില്ല, ഞാൻ ഇപ്പോൾ ഇത് വലിച്ച് പുറത്തേക്ക് വെച്ചതാണ്. എന്നിട്ട് ഇവിടെ പിടിച്ചിട്ട് ഈ ആണൊന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഈ ടെയിൽ എൻഡ് ഒന്ന് ഇങ്ങനെ വലിച്ച് ടൈറ്റ് ആക്കുമ്പോൾ നമ്മൾ ആ സർക്കിൾ പോയി കിട്ടും. കണ്ടോ, ഇപ്പോൾ ആ സർക്കിൾ ഇല്ലല്ലോ. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ മാജിക് സർക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. സർക്കിൾ പോയില്ലേ, അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് മാജിക് സർക്കിൾ എന്ന് പറയുന്നത്.